രാഹുൽ ഗാന്ധി രാജ്യവിരുദ്ധമായ നിലപാടുകളൊക്കെ എടുക്കാനുള്ള പ്രധാന കാരണം ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടല, അല്ലെങ്കിൽ ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹംഗറിക്കാരനായ ഒരു ജൂതനായ ജോർജ് സോറോസ് രാഹുലിനെ വല്ലാതെ സ്വാധീനിച്ചു. ഇപ്പോൾ പുതിയൊരു ജോർജ് സോറോസ് അവതരിച്ചു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. ആ ജോർജ് സോറോസിലേക്ക്, ജോർജ് സോറോസ് എന്നല്ല പേര്, അയാൾ സ്വീഡിഷ് ആണ്. പറയുന്നതിന് മുമ്പ് ഈ രാഹുൽ ഗാന്ധിക്ക് ജോർജ് സോറോസുമായിട്ട് ബന്ധപ്പെടാനായിട്ട് കുടുംബത്തിൽ തന്നെ ഒരു ബന്ധം കിടപ്പുണ്ട്. കാരണം നെഹ്റു കുടുംബത്തിൽ നെഹ്റു തന്നെ ചില സ്ഥലങ്ങളിൽ സ്ഥാനപതിയൊക്കെ ആക്കിയ നെഹ്റു കുടുംബത്തിലെ പല ആളുകൾക്കും ജോലി കൊടുത്തിരുന്നല്ലോ. ഇങ്ങനെ വിജയലക്ഷ്മി പണ്ഡിറ്റ്, പിന്നെ ഒരു കൗള് സ്വന്തം കുടുംബത്തിലെ കരസേനയില് ഈ ഒരു കമാൻഡിന്റെ മേധാവിയായിരുന്നു. അങ്ങനെയാണ് 1962 ചൈനയോട് നമ്മൾ തോറ്റല്ലോ. അപ്പോൾ ബി കെ നെഹ്റുവിന്റെ ഭാര്യ ഫോറി, ആ ഫോറി ഹംഗറിയിൽ നിന്ന് തന്നെയുള്ള ജൂതയായിരുന്നു. ഈ ഫോറിയും ജോർജ് സോറോസും തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു. ഇവരുടെ 100ാമത്തെ ജന്മദിനത്തിന് ഈ ഫോറിയെ കാണാൻ അദ്ദേഹം, ഈ ജോർജ് സോറോസ് ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിൽ ഇന്ത്യയിൽ വന്നിരുന്നു. അപ്പോൾ ജോർജ് സോറോസുമായിട്ടേ നേരിട്ട് ലിങ്ക് ഉണ്ട്. ഇതില് ഇവർ തമ്മിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് സ്വീഡിഷ് ശതകോടീശ്വരനായി അമേരിക്കയിലെ വയോമിങ്ങിൽ താമസിക്കുന്ന ഹാൻസ് യോർഗ് വിസ് എന്ന് പറഞ്ഞ ആളിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് ജോർജ് സോറോസ് രണ്ടാമൻ എന്ന് പറയാം. കാരണം ഇപ്പോൾ അവിടെ അമേരിക്കയിൽ ഫയൽ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസിൽ നിന്ന് 2024 തെരഞ്ഞെടുപ്പിൽ ഇയാൾ ഈ ഇടതുപക്ഷത്തിനെ, അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയെ വലിയ തോതിൽ സഹായിച്ചതായിട്ട് വിവരങ്ങൾ വരുന്നുണ്ട്. ഇയാൾ അമേരിക്കൻ പൗരനാണോ, പൗരത്വം കിട്ടിയിട്ടുണ്ടോ, ഇയാൾ പെർമനന്റ് റെസിഡന്റ് ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീർച്ചയില്ല. അമേരിക്കയിലെ ഫെഡറൽ നിയമപ്രകാരം അവിടുത്തെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനൊന്നും വിദേശത്ത് നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിക്കാൻ പാടില്ല. ഈ മംദാനിയുടെ കാര്യത്തിൽ തന്നെ നമ്മളത് ചർച്ച ചെയ്തിരുന്നതാണ്. അയാളുടെ അമ്മായിയമ്മ കൊടുത്തിരുന്ന പൈസ തന്നെ അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു, സംഭാവന. കാരണം അവർ വിദേശത്താണ്. വിദേശത്ത് നിന്നുള്ള പൈസ അവിടുത്തെ ക്യാമ്പയിനോ മറ്റു കാര്യങ്ങൾക്കോ സ്ഥാനാർത്ഥി ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇയാള് ഈ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകളെ ഇടതുപക്ഷത്തിനെയൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഈ ഹാൻസ് യോർഗ് വിസ് വേറെ സംഘടനകൾ വഴിയാണ് പണമൊഴുക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അത് പ്രധാനമായും 1630 ഫണ്ട് എന്ന് പറഞ്ഞ സംഘടന, NGO എന്നൊക്കെ പറയാം, 1630 ഫണ്ട് വഴി, 1630 ഫണ്ട് എന്നാണ് സംഘടനയുടെ പേര്. അവര് വഴിയാണ് ഇയാള് തെരഞ്ഞെടുപ്പിൽ പണമൊഴുക്കിയിരിക്കുന്നത്. അപ്പോൾ അവിടെ സാമൂഹ്യക്ഷേമ, ഈ ലാഭമുണ്ടാക്കാത്ത സാമൂഹ്യക്ഷേമ സംഘടനകൾക്ക് നിയമപ്രകാരം ദാതാക്കളെ വെളിപ്പെടുത്താതെ രാഷ്ട്രീയ ഉപജാപമൊക്കെ നടത്താം. അങ്ങനെയാണ് ഇപ്പോൾ വ്യവസ്ഥ നിൽക്കുന്നത്. സാമൂഹ്യക്ഷേമ സംഘടനകളാണ്, ലാഭം ഉണ്ടാക്കുന്നില്ല. അത്തരം സംഘടനകൾ ഡോണേഴ്സ്, അവർക്ക് ആരാണ് സംഭാവനകൾ കൊടുക്കുന്നത് എന്ന് വെളിപ്പെടുത്തേണ്ടതില്ല എന്നുള്ളത്, ആ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടല്ലോ, അതാണ് ഈ ഹാൻസ് യോർഗ് വെയ്സ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ചോർന്നു കിട്ടുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ ഫെഡറൽ സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പുകൾ, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളും ഒക്കെ ഈ പണം പുറത്തു നിന്ന് ഉപയോഗിക്കാൻ പാടില്ല. 2024 പക്ഷെ ഇയാള് ഈ 1630 ഫണ്ട് അവര് ആ സംഘടന വഴി 2024 $282 മില്യൺ ചെലവാക്കിയതായിട്ട് ഫയലിങ്ങിൽ കാണുന്നുണ്ട്. 2495 കോടി രൂപ. ഇതിൽ സിംഹഭാഗവും ഈ ഹാൻസ് യോർഗ് വെയ്സിൻ്റെതാണ്, സ്വീഡിഷ് കോടീശ്വരൻ്റെത്. അപ്പോൾ മുമ്പ്
ജോർജ് സോറോസും കൊടുത്തിട്ടുണ്ട്. ജോർജ് സോറോസിന്റെ പേര് നമ്മൾ ഈ വക സംഗതിയിൽ മുമ്പും കാണാറുണ്ട്. ഇപ്പോഴാണ് ഹാൻസ് യോർക്ക് വെയ്സ് എന്ന് പറഞ്ഞ സ്വിസ് ബില്യണയർ ശതകോടീശ്വരന്റെ പേര് പൊന്തി വരുന്നത്. അപ്പോൾ ഇയാൾ നിരവധി ഇടത് പ്രചാരണങ്ങൾക്ക് ഡാർക്ക് മണി എന്നാണ് ഇങ്ങനെ വളഞ്ഞ വഴിക്ക് കൊടുക്കുന്നതിന് കരിമ്പണം, കള്ളപ്പണം എന്ന് പറയാൻ പറ്റില്ലല്ലോ, കരിമ്പണം എന്ന് പറയാം, ഡാർക്ക് മണി ഇയാൾ മുടക്കിയിട്ടുണ്ട് എന്ന് കാണുന്നത്. അത് വോട്ടർമാരെ മാനിപ്പുലേറ്റ് ചെയ്യുക, പിന്നെ പലതരം ഈ അബോർഷൻ തുടങ്ങിയ വിഷയങ്ങളിലുള്ള നയമൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ സ്വാധീനിക്കുക, ക്ലൈമറ്റ്, കാലാവസ്ഥ, പിന്നെ ആരോഗ്യരംഗം, ഇതിനെയൊക്കെ സ്വാധീനിക്കുക, ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇയാൾ പണം കൊടുത്തിരിക്കുന്നത് എന്നാണ് കാണുന്നത്. ഇത് ഈ 1630 ഫണ്ടിലേക്കൊക്കെ പൈസ കൊടുക്കാൻ കുറേയും കൂടി വിശാലമായ വേറൊരു സെറ്റപ്പ് ഉണ്ട്. അതാണ് അരബെല്ല അഡ്വൈസേഴ്സ്. അത് ഇയാളുടേതാണ്, ഹാൻസ് യോർക്ക് വിസിൻ്റെതാണ് അരബെല്ല അഡ്വൈസേഴ്സ് നെറ്റ്വർക്ക്, അയാളുടെ സ്വന്തം. അത് കൂടി ഇതിൻ്റെ ഭാഗമാണ്. ഈ സംഘടനകളൊക്കെ ഇയാളുടെ സന്താനങ്ങളാണ്. അപ്പോൾ നോർത്ത് ഫണ്ട്, ഹോഫ്വെൽ ഫണ്ട്, വിൻവേർഡ് ഫണ്ട് തുടങ്ങി പല ഫണ്ടുകൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കിടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പലതരം സംഘടനകൾ വഴിയാണ് പണമൊഴുക്കുന്നത്. ആകെ $1.3 ബില്യൺ, 11,504 കോടി രൂപ ഇങ്ങനെ ഈ ഫണ്ടുകളുടെ ഭാഗമായിട്ട് ചെലവാക്കിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. സുതാര്യതയില്ലാതെ ധനികര് അവിടുത്തെ വോട്ടിനെ സ്വാധീനിക്കാനായിട്ട് സുതാര്യതയില്ലാതെ പണം ഒഴുക്കുന്നു. ഇതാണ് കാണുന്നത്. ഇതൊക്കെ നമ്മൾ ഈ വോട്ടുകളുടെ ആരോപണം ഉയർത്തുന്നുണ്ടല്ലോ രാഹുൽ ഗാന്ധി, ഇതൊക്കെ ആയിട്ട് കൂട്ടി വായിച്ചു കഴിഞ്ഞാല് രാഹുലിന്റെ താല്പര്യത്തിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ നമുക്ക് സൂചന കിട്ടും. അപ്പോൾ ഡാർക്ക് മണി ഓർഗനൈസേഷൻസ് ആണ് ഇത്. കരിമ്പണ സംഘടനകളാണ് ഈ അരബെല്ല അഡ്വൈസേഴ്സ്, നോർത്ത് ഫണ്ട്, ഹോഫെൽ ഫണ്ട്, വിൻവേർഡ് ഫണ്ട്, ഇതെല്ലാം. അപ്പോൾ ഇയാളുടെ മുഴുവൻ പേര് ഹാൻസ് യോർക്ക് വിസ് എന്നാണ്. 1935 ജനിച്ചു, 90 വയസ്സായി. 93 വയസ്സായല്ലോ ജോർജ് സോറോസിന്, എന്നിട്ടും അടങ്ങിയിട്ടില്ലല്ലോ. സിന്തസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്ഥാപകനാണ് അയാൾ. അത് ഈ മെഡിക്കൽ ഡിവൈസസ്, മെഡിക്കൽ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് സിന്തസ്. വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. വിസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് ഇയാൾക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട്. അതിൻ്റെ സ്വത്ത് $2 ബില്യൺ ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 17,699 കോടി രൂപ. ഫോബ്സ് ഈ ധനികരുടെ പട്ടിക ഉണ്ടാക്കുമല്ലോ, ആ ഫോബ്സിന്റെ പട്ടികയിൽ ഇയാൾ ഏറ്റവും മുകളിൽ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇയാള് $4.8 ബില്യൺ ആകെ സ്വത്തെന്ന് ഫോബ്സ് കണക്കാക്കുന്നു. ഇതിന്റെ 3 ഇരട്ടിയാണ് ബ്ലൂംബർഗ് ഇയാളുടെ സ്വത്തായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങളിൽ തുടങ്ങി പുരോഗമനത്തിലെത്തി നിൽക്കുകയാണിപ്പോൾ. ഇടതുപക്ഷ ആശയങ്ങൾക്ക് സോറോസിനെ പോലെ തന്നെ പ്രചാരണം കൊടുക്കുന്നത്. 2024 ഇയാൾ പുരോഗമനത്തിൻ്റെ പാതയിൽ എത്തിയതെന്നാണ് ഇപ്പോൾ കാണുന്നത്, ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സഹായം കൊടുത്തതോടുകൂടി. അപ്പോൾ ഈ ചെൽസി ഫുട്ബോൾ ടീം ഉണ്ടല്ലോ, അതിൻ്റെ ഉടമയാണ് ഇയാൾ, ഉടമകളിൽ ഒരാൾ. പിന്നെ ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ 1965 ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ നിന്ന് MBA പാസ്സായ ആളാണ്. പാകിസ്ഥാനിൽ ക്രിസ്ലർ വാഹന ഉണ്ടല്ലോ, ക്രിസ്ലറിൽ ഇയാൾ പാകിസ്ഥാനിലും തുർക്കിയിലും ഫിലിപ്പീൻസിലും ജോലി ചെയ്തിട്ടുണ്ട് അല്ലേ. കുഴപ്പം പിടിച്ച സ്ഥലങ്ങളാണല്ലോ തുർക്കി, പാകിസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ. ഇയാള് 2015 ഹബ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കി. അത് മാധ്യമങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അരബെല്ല അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് പറഞ്ഞല്ലോ, അതിൻ്റെ ഭാഗമാണ് ഈ ഹബ് പ്രോജക്റ്റ്. ഇതാണ് ഈ പലർക്കും രാഷ്ട്രീയത്തിലൊക്കെ കരിമ്പണം എത്തിക്കുന്നത്. 1630 ഫണ്ടിന് വിസ് ഇയാള് $245 മില്യൺ
2016 മുതൽ ഇതുവരെ കൊടുത്തിട്ടുണ്ട്. 2168 കോടി രൂപ ഇങ്ങനെ തെരഞ്ഞെടുപ്പിലൊക്കെ ഒഴുക്കാൻ വേണ്ടി. അപ്പോൾ 1630 ഫണ്ട് $130 മില്യൺ 25 അവിടുത്തെ സംസ്ഥാനങ്ങളിൽ ബാലറ്റ് എന്താ പറയുക മാനിപ്പുലേഷൻസ് ഒക്കെ അതിനൊക്കെ വേണ്ടി കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. 2024 37 മില്യൺ. ചില സംസ്ഥാനങ്ങൾ ഇത് നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വയോമിങ്ങിലാണ് താമസം. ഇയാൾ ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടുണ്ടോ എന്നുള്ളതിൽ വ്യക്തതയില്ല. പക്ഷെ ഇയാളുടെ ആശയങ്ങളുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്, മാനിപ്പുലേഷനൊക്കെ ഇയാളും വോട്ടർ തുടങ്ങിയ സംഗതികളൊക്കെ നടത്തുന്നുണ്ട്. ഇയാൾ ഉന്നയിക്കുന്ന ആശയങ്ങളും രാഹുൽ ഇപ്പോൾ നിരന്തരം ഉന്നയിക്കുന്ന ആശയങ്ങളും തമ്മിൽ ആരെങ്കിലും ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി രണ്ടാം സോറോസിനെ നമ്മൾ അവതരിപ്പിക്കുന്നു. ഇയാളെ സൂക്ഷിക്കുക. ഹാൻസ് യോർഗ് വിസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.